ഇരിട്ടിയിൽ നിന്നും ബന്തെടുക്കയിലേക്ക് വന്ന സെൻറ് മേരീസ് ബസ്സിൻ്റെ വിശേഷങ്ങൾക്ക് ശേഷം ബന്തെടുക്കയിൽ നിന്നും പാലായിക്കാണ് പോകുന്നത്. 6:20-നാണ് ബസ് എടുക്കുന്നത്. ബസ് കഴുകുന്നത് സെൻറ് മേരീസിൻ്റെ സ്വന്തം ഉദീഷ്. വെള്ളമൊഴിക്കുന്നത് KSRTCയുടെ ഡ്രൈവർ ഷിജു ചേട്ടൻ. കലാപരിപാടികളൊക്കെ നടക്കുന്നത് ബന്തെടുക്ക ബസ് സ്റ്റാൻഡിലാണ്. ട്രെയിനിങ് പറഞ്ഞു കൊടുക്കാല്ലേ? വണ്ടി മാറ്റി തരണം. ഷിജുവേട്ടൻ വൈറലായി. ഷിജുവേട്ടൻ വൈറലായി എന്ന് പറയാം. വിനോട്ടനൊന്നും കാണത്തില്ല. കിടക്കാം, നിങ്ങളെ ഫിലിമേ എടുത്തെടുത്തു. എല്ലാ സെന്റ് മേരീസിന്റെ ജീവനക്കാരാ. പിന്നെ നെല്ലിക്കുന്ന വീഡിയോ എടുക്കാൻ സപ്പോർട്ടും സമ്മതവും വാങ്ങിച്ചു തന്ന സമീഷ് സാറിന് ആദ്യമേ നന്ദി പറഞ്ഞുകൊണ്ട് യാത്ര ആരംഭിക്കാം. ഇന്ന് ജൂലൈ 27 ഞായറാഴ്ചയാണ്. ഇത്രകാലം സൂപ്പർ എക്സ്പ്രസ് ആയിട്ടാണ് ബസ് ഓടിയിരുന്നത്. ഇപ്പോൾ റീഫർബിഷ്ഡ് ചെയ്ത് പുതിയ സീറ്റൊക്കെ സെറ്റ് ചെയ്ത് ഡീലക്സായി ഓടാൻ തുടങ്ങിയിട്ട് ഒരാഴ്ച. നേരത്തെ ഓടിയിരുന്നത് ലേലാൻഡ് ബസ്സുകൾ ആയിരുന്നെങ്കിൽ ഇപ്പോൾ ടാറ്റയാണ്. നേരത്തെ ഓടിയിരുന്ന ബസ്സുകളും ഇപ്പോൾ ഓടുന്ന ബസ്സുകളും പ്രായത്തിൻ്റെ കാര്യത്തിൽ ഒരേപോലെയാണ്. മൈലേജിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഓടുന്ന ബസ്സിനേക്കാൾ ലൈലൻഡ് വളരെ മുന്നിലായിരുന്നുവെന്നാണ് ജീവനക്കാർ. ഈ സർവീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 2019 മുതലാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഫുൾ റിസർവേഷൻ ആണെങ്കിലും സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും യാത്രക്കാർ കുറവാണ്. ചെറുപുഴ എത്തുമ്പോഴേക്കും ഫുള്ളാകുമെന്നാണ് കണ്ടക്ടർ പറയുന്നത്. ബിനുചേട്ടനാണ് കണ്ടക്ടർ. ഡ്രൈവർ ഷിജു ചേട്ടനും. ഡ്രൈവർ കം കണ്ടക്ടർ സിസ്റ്റമാണ്. ഡ്രൈവർ കം കണ്ടക്ടറാണ് ഇപ്പോൾ എല്ലാ KSRTC സൂപ്പർ ക്ലാസ് നൈറ്റ് സർവീസുകളിലും. പാലാ ഡിപ്പോയാണ് ഈ സർവീസ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. സർവീസ് ആരംഭിച്ച കാലത്ത് കോട്ടയം വരെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പാലാ വരെ ഓടുന്നത്. കുറ്റിക്കോൽ ടൗണിലാണ് ഇപ്പോൾ. ബന്തെടുക്കയിൽ നിന്നും ചുള്ളിക്കര വഴി കാഞ്ഞങ്ങാടേക്ക് പോകുന്ന ബസ്സാണത്. വളരെ വ്യത്യസ്തമായ കാഴ്ചകളാണ് ഈ റൂട്ടിൽ. ആദ്യമായിട്ടാണ് ഈ റൂട്ടിലൂടെ വരുന്നത്. വേറെ ഒരു ലോങ് സർവീസ് വണ്ടികളും ഇല്ലാത്ത വഴിയാണ്. ആരും കാണിക്കാത്ത കാസർഗോഡ് ജില്ലയുടെ കാണാക്കാഴ്ചകൾ കാണിക്കാൻ സാധിക്കുന്നതിൽ സന്തോഷമുണ്ട്. തളിപ്പറമ്പ് എത്തുന്നതുവരെ മലയോര പ്രദേശങ്ങളിലൂടെ മാത്രമാണ് ഓടുന്നത്. കോട്ടയം ജില്ലയിൽ മലയോര പ്രദേശങ്ങൾ ധാരാളമുണ്ടെങ്കിലും പാലാ ഡിപ്പോക്കാർക്ക് മലയോരം കാണാൻ കണ്ണൂർ, കാസർഗോഡ്, മലബാർ ഭാഗത്ത് വരണമെന്ന് തോന്നി ഈ മല കയറുമ്പോൾ. സ്വിഫ്റ്റ് ബസ്സുകളുടെ വരവോടെ കളമൊഴിഞ്ഞ എല്ലാ ഡീലക്സ് ബസ്സുകളും എക്സ്പ്രസ് ബസ്സുകളും റീഫർബിഷ് ചെയ്യാൻ KSRTC എടുത്ത എഫേർട്ടിന് കൈയടിച്ചേ മതിയാകൂ. കാസർഗോഡ് ജില്ലയിൽ കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന ചെറിയൊരു പട്ടണമാണ് ബന്തെടുക്ക. മൂന്നാട് ടൗണിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ബന്തെടുക്ക ടൗണിൽ നിന്നും 4.5 കിലോമീറ്റർ മാത്രം മതി കർണാടക അതിർത്തിയിലേക്ക്. കാസർഗോഡ് നിന്ന് 38 കിലോമീറ്ററും കർണാടകയിലെ സുള്ളിയിൽ നിന്ന് 20 കിലോമീറ്റർ മാത്രം അകലെയാണ് ബന്തെടുക്ക. സുള്ളിയിൽ നിന്നും കാസർഗോഡേക്ക്
ജാൽസൂർ, പഞ്ചിക്കൽ, ഗാളിമുഖ, അദൂർ, മുള്ളേരിയ വഴിയാണ് കൂടുതൽ ബസ്സുകൾ ഉള്ളത്. ബന്ദിടുക്കയിൽ നിന്ന് സുള്ളിക്ക് ബസ്സുകൾ കുറവാണ്. സെൻറ് മേരീസ് വന്ന വഴിയിലൂടെയല്ല ചെറുപുഴയ്ക്ക് പോകുന്നത്. അവർ കുറച്ചുകൂടി എളുപ്പത്തിലുള്ള റൂട്ടിലൂടെയാണ്. എന്നാൽ നമ്മുടെ KSRTC പോകുന്നതോ നല്ല മലയൊക്കെ കയറി കൂടുതൽ ദൂരം യാത്ര ചെയ്ത് യാത്രക്കാർ കുറഞ്ഞ വഴികളിലൂടെയാണെന്നൊക്കെ ഒരു അഭിപ്രായം കേട്ടു. ബന്ദിടുക്കയിൽ നിന്ന് പടുപ്പ്, ആനക്കല്ല്, മൂന്നാട്, ബേഡെടുക്ക, വാവടുക്കം, കാഞ്ഞിരടുക്കം, ഇരിയ വഴിയാണ് ഒടയഞ്ചാലിൽ എത്തുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ മാനെടുക്ക, കോളിച്ചാൽ വഴി വന്നാൽ 10 കിലോമീറ്റർ കുറവും നല്ല റോഡും സമയലാഭവും യാത്രക്കാർ കൂടുതൽ ഉണ്ടാകുകയും ചെയ്യും. വർഷങ്ങളായി ഇപ്പോൾ ഓടുന്ന റൂട്ടിലൂടെയാണ് ബസ് പോകുന്നത്. KSRTC ഒന്ന് മാറി ചിന്തിക്കുന്നുണ്ടെങ്കിൽ ചിന്തിക്കട്ടെ എന്ന് പറഞ്ഞെന്ന് മാത്രം. 50 ലിറ്ററോളം ഡീസൽ ലാഭിക്കാനായാൽ നല്ലതല്ലേ? അതുപോലെ പാണത്തൂർ ബസ് ഓടിക്കാതെ ഇരിക്കുന്നത് കൊണ്ട് മാനെടുക്ക, കോളിച്ചാൽ വഴി വന്നാൽ പാണത്തൂർ യാത്രക്കാർക്കും ഈ ബസ് ഉപകാരപ്പെടും. ഒടയഞ്ചാലിൽ നിന്നും പരപ്പ, വെള്ളരിക്കുണ്ട്, ഭീമനടി, ചിറ്റാരിക്കൽ, ചെറുപുഴ, ആലക്കോട്, തളിപ്പറമ്പ്, കണ്ണൂർ, കോഴിക്കോട്, തൃശ്ശൂർ, പെരുമ്പാവൂർ, മൂവാറ്റുപുഴ, തൊടുപുഴ വഴിയാണ് റൂട്ട്. ഏകദേശം 550 കിലോമീറ്ററോളം ദൂരം ഉണ്ട്. ബസ് ഫെയർ 631 രൂപയാണ്. പാലായിലെത്തുമ്പോൾ 11.5 മണിക്കൂർ എങ്ങനെയാണെങ്കിലും എടുക്കും. പാലായിൽ നിന്നും രാത്രി 7 മണിക്കാണ് സർവീസ് തുടങ്ങുന്നത്. ഇവിടെ നിന്ന് നേരെ പോയാൽ പൊയിനാച്ചി വഴി കാസർഗോഡേക്ക് എത്താം. ഉടനെ എത്തുന്നത് കാഞ്ഞിരത്തുംകല്ലിലാണ്. കാഞ്ഞിരത്തുംകല്ലിൽ നിന്നും ഇടത്തേക്ക് ബേഡെടുക്ക, വാവടുക്കം വഴിയാണ് പോകുന്നത്. ഇവിടെ എത്തുമ്പോൾ കുടുംബൂർ പുഴയുടെ ഒരു സീനിക് വ്യൂ പോയിൻ്റ് ഉണ്ട്. എന്തുകൊണ്ടോ അത് ക്യാമറയിൽ റെക്കോർഡായില്ല. കാഞ്ഞങ്ങാട് നിന്നും കുറ്റിക്കോൽ വരെ പോകുന്ന ബസ്സാണ്. സെൻറ് മേരീസിൻ്റെ വീഡിയോയിൽ കണ്ട കുടുംബൂർ പുഴയാണ് നമ്മളിപ്പോൾ ക്രോസ് ചെയ്യുന്നത്. വാവടുക്കം പാലമാണ് മുന്നിൽ. തലക്കാവേരി വന്യജീവി സങ്കേതത്തിൽ നിന്നുമാണ് ഈ പുഴയുടെ തുടക്കം. കേരളത്തിലൂടെ ഒഴുകുന്നത് കാസർഗോഡ് ജില്ലയിലൂടെ മാത്രമാണ്. കാസർഗോഡ് ആളൂരിൽ വെച്ചാണ് ചന്ദ്രഗിരി പുഴയിൽ ഈ പുഴ ലയിക്കുന്നത്. ഇനി വളരെ വീതി കുറഞ്ഞ റൂട്ട ഇരിയ വരെ. നേരെ പോയാൽ വേഗം ഒടയഞ്ചാലിലെത്തുമെങ്കിലും ഞങ്ങളൽപ്പം ചുറ്റിക്കറങ്ങിപ്പോകുന്ന കൂട്ടത്തിലാണ്. കാഞ്ഞിരടുക്കം, ഇരിയ ഒക്കെ വിസിറ്റ് ചെയ്താണ് യാത്ര. വലത്തേക്ക് തിരിയുമ്പോൾ മറ്റൊരു പാലമാണ്. ചെറിയൊരു തോടാണ് താഴെ.
ഡീലക്സ് പോകുന്ന വഴിയേ. അതെയോ? കാഞ്ഞിരടുക്കത്ത് നിന്നും വലത്തേക്ക് പെരിയ പോകുന്ന റൂട്ടാണ്. ഇടത്തേക്ക് ഇരിയേക്കാണ്. വളരെ വ്യത്യസ്തമായ ഭൂപ്രകൃതിയാണ്. കാസർഗോഡ് ജില്ലയിലെ ഉയർന്ന പ്രദേശം പോലെയുണ്ട്. മനോഹരമായ ഒരു ക്ഷേത്രം കാണാം. പൂനൂർ അയ്യപ്പ ക്ഷേത്രമാണ്. ഇരിയയിലാണ് ഇപ്പോൾ ബസ്. വലത്തേക്ക് കാഞ്ഞങ്ങാടേക്കാണ്. പാണത്തൂർ കാഞ്ഞങ്ങാട് റൂട്ടാണ്. ഇടത്തേക്ക് ഒടയഞ്ചാലിലേക്കാണ് പോകുന്നത്. തടിയൻ അടിവാരത്തുണ്ടായിരുന്ന അടിവാരക്കാരനാണ്. പൂഞ്ഞാറുകാരനായിരുന്നു. അവരെവിടെയാണ് പുള്ളി? പാണത്തൂർ കോട്ടയം സോണിയ ബസിൻ്റെ യാത്രാവിശേഷങ്ങൾ നമ്മുടെ ചാനലിലുണ്ട്. ഒടയഞ്ചാലിയിൽ എത്തുമ്പോൾ സമയം 7 മണി. വലത്തേക്കാണ് നമ്മുടെ റൂട്ട്. നേരെ പോയാൽ രാജപുരം, മാലക്കല്ല്, കോളിച്ചാൽ വഴി പാണത്തൂർക്കെത്താം. സെൻറ്റ് മേരീസിൻ്റെ ബസ് ഇവിടുന്ന് ബന്തെടുക്കിക്ക് പോകുന്നത് മാലക്കല്ലിൽ നിന്നും ഇടതു തിരിഞ്ഞാണ്. ഇനി ബിനിച്ചേട്ടനാണ് ബസ് എടുക്കുന്നത്. ഇരിട്ടിയിൽ നിന്നും പാണത്തൂർക്ക് പോകുന്ന കാവാലം ബസ്സാണത്. ആ ബസ്സിൻ്റെ വീഡിയോയും നമ്മുടെ ചാനലിലുണ്ട്. ഭീമനടിയിലെത്തുമ്പോൾ സമയം 7:45. ഒന്ന് രണ്ട് ലോക്കൽ പാസഞ്ചേഴ്സൊക്കെ കയറിയിട്ടുണ്ട്. ഒരാളോടെ ചെറുപുഴയിലെത്തുമ്പോൾ സമയം 8 മണി. ബാംഗ്ലൂർക്ക് പോകുന്ന സ്വിഫ്റ്റ് ബസ് സ്റ്റാൻഡിലുണ്ട്. പയ്യന്നൂരിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്ന ബസ്സാണ്. നേരെ പോകുന്നത് പയ്യന്നൂർക്കാണ്. ഇടത്തേക്ക് ആലക്കോട് വഴിയാണ് നമ്മുടെ റൂട്ട്. സീറ്റെല്ലാം തന്നെ ഫുള്ളായിട്ടുണ്ട്. 1-2 എണ്ണം കൂടി കാലിയുണ്ട്. അവർ ഇനി ആലക്കോട് നിന്നേ കയറും. ആലക്കോട് എത്തുമ്പോൾ സമയം 8:35. ആലക്കോട് സെൻറ്റ് മേരീസ് ഫൊറോന ദേവാലയമാണ് വലതു സൈഡിൽ. ഇനി ഡിന്നർ ടൈമാണ്. കരുവഞ്ചാലിനടുത്താണ്. ഇപ്പോൾ സമയം 8:40. രാജേഷ് ചേട്ടൻ്റെ ബാംബു ഹോട്ടലിൽ നിന്നാണ് ഫുഡ്. ഞാൻ 2 പൊറോട്ടയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. രാജേഷ് ഇവിടെ തന്നെയാണ് വീട്. വീട് മണക്കടവാണ്.
മണക്കടവ് മറ്റേ ഇരിട്ടി അവിടെ ഉണ്ടല്ലോ മണക്കടവ്. ഇവിടെയാണോ? അതാ മറ്റേ ഉദയഗിരി ചെറിയ കുത്തിവെള്ളമുണ്ടോ? ഇന്നത് തരാം. കൊടുത്തോ? വലിയ വണ്ടിയൊക്കെ വന്നു കഴിഞ്ഞാൽ അല്ലേ? വലിയ വണ്ടി ഒന്നിച്ച് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ വേണ്ടി സെറ്റപ്പായി കഴിയുമ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ ബന്ധുക്കളുടെ ഗ്രൂപ്പില്ലേ? ഇല്ലല്ലേ, ഗ്രൂപ്പിൽ ഞാനില്ല. അത് മറ്റേ ജോയിനോട് പറഞ്ഞാൽ മതി. ഞാൻ സെറ്റാക്കി. പേരനായിരുന്നു വിജേഷ് അല്ലേ? ബാംബു ഗ്രാൻഡ്. ഈ ബസ്സിലെ സ്ഥിരം യാത്രക്കാർക്കാകും ഹോട്ടലിനെ കുറിച്ചും ഹോട്ടലിൻ്റെ ഭക്ഷണത്തെക്കുറിച്ചും പറയാൻ കഴിയുക. ഡിന്നറിന് ശേഷം യാത്ര തുടരുകയാണ്. ടേക്ക് ഓവറിൻ്റെ പേരിൽ തുടങ്ങിയ പാണത്തൂർ, പഞ്ചിക്കൽ, ചന്ദനക്കാമ്പാറ, അമ്പായത്തോട്, പെരിക്കല്ലൂറൊക്കെ നിന്നുപോയ പോലെയാണ്. വീണ്ടും ഇവയെല്ലാം പാലാ ഡിപ്പോ തുടങ്ങിയാൽ നന്നായേനെ. തളിപ്പറമ്പിലെത്തുമ്പോൾ 9:50. കണ്ണൂർ സ്റ്റാൻഡിലേക്ക് എത്തുമ്പോൾ സമയം 10:30. യൂറിനൊക്കെ പാസ് ചെയ്യേണ്ടവർക്ക് ഓടിപ്പോയി തിരിച്ചു വരാം. അതിനുള്ള സമയമേ ഉള്ളൂ. ബുക്കിംഗ് യാത്രക്കാരെ കയറ്റി പോവുകയേ വേണ്ടൂ. കണ്ണൂരിൽ നിന്നും പാലായ്ക്ക് പോകേണ്ടവർക്കും ഓൺലൈൻ ഫെസിലിറ്റി ഉപയോഗപ്പെടുത്താം. എൻ്റെ KSRTC ആപ്പ് വഴി ബുക്ക് ചെയ്യാം. കണ്ണൂരിൽ നിന്നുള്ള സമയം ഓൺലൈൻ പ്രകാരം 9:50 ആണ്. കണ്ണൂരിൽ നിന്ന് ബസ് എടുക്കുന്നത് ഷിജു ചേട്ടനാണ്. ഷിജു ചേട്ടൻ ഞങ്ങളുടെ നാട്ടിലൂടെ അടിവാരം പാലാ റൂട്ടിൽ പ്രൈവറ്റ് ബസ് ഓടിച്ചുകൊണ്ടിരുന്ന ആളാണ്. ഒത്തിരി വർഷങ്ങൾക്ക് മുന്നെയാണ് കേട്ടോ. പാലാ മുണ്ടാങ്കലിലാണ് വീട്.
സാം ടൂറിസ്റ്റിൻ്റെ ഒരു ബസ് മുന്നിലുണ്ടല്ലോ, ബാംഗ്ലൂർക്കുള്ളതാകും. തലശ്ശേരി ബസ് സ്റ്റാൻഡിലെത്തുമ്പോൾ സമയം 11:15. പുതിയ നാഷണൽ ഹൈവേ ബൈപ്പാസ് 6 ലൈൻ എക്സ്പ്രസ് വേയിലേക്ക് കടന്നിരിക്കുകയാണ്. ഇതിൻ്റെ പണി തീർന്നാൽ കണ്ണൂരിൽ നിന്നും തൃശ്ശൂർ വരെ ചടപടാന്നെത്തുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. കല്ലടയുടെ മണിപ്പാൽ പത്തനംതിട്ട ബസ്സാണെന്ന് തോന്നുന്നു മുന്നിൽ. കൽപ്പകയുടെ ബസ്സാണ് മുന്നിൽ. വലത്തേക്ക് കോഴിക്കോട് ടൗണിലേക്കാണ്. കോരപ്പുഴ പാലത്തിലൂടെയാണ് പോകുന്നത്.
കോഴിക്കോട് എത്തിയപ്പോൾ സമയം 1 മണി. 11:40 എത്തേണ്ട ബസ്സാണ്. ഡീസൽ ഫില്ല് ചെയ്തിട്ട് വേണം പോകാൻ. കോഴിക്കോട് നിന്ന് ബസ് എടുക്കുന്നത് ബിനുച്ചേട്ടനാണ്. തൊടുപുഴയാണ് വീട്. 5-6 വർഷങ്ങളായിട്ട് പാലാ ബന്ദിടുക്ക ബസ്സിലെ സ്ഥിരം സാരഥിയാണ്. കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലാണ് ഫ്ലൈ ഓവറിൻ്റെ ഇടതു സൈഡിൽ. എന്താ ഭംഗിയല്ലേ റോഡ് കാണാൻ. മുഴുവൻ പണിയുമ്പോഴേക്കും തിരുവനന്തപുരം കാസർഗോഡ് റൂട്ട് ഇടുവായിരിക്കുമല്ലേ. പണിയുന്നവർക്കും പണിയിപ്പിക്കുന്നവർക്കും മുഖം നോക്കാതെ നമ്മുടെ സപ്പോർട്ടുണ്ട്. കോതമംഗലം സൂപ്പർഫാസ്റ്റാണ് മുന്നിൽ. എറണാകുളം സൂപ്പറുമുണ്ട് മുന്നിൽ. UFOയുടെ ഒരു ബസ് മുന്നിലുണ്ട്. അതിൻ്റെ റൂട്ട് പറയാൻ പറ്റുമോ? കൂട്ടുപുഴ എറണാകുളമാണെന്നാണ് എൻ്റെ ഓർമ്മ. ഷാജീസിൻ്റെ കൊന്നക്കാട് മുണ്ടക്കയം ബസ്സാണ് മുന്നിൽ പോകുന്നത്. മൂന്ന് 30 തൃശ്ശൂർ ബസ് സ്റ്റാൻഡിലെത്തുമ്പോൾ. തിരുവനന്തപുരം തലശ്ശേരി ബസ്സാണ് ഇപ്പോൾ കയറി വന്നത്.
കാസർഗോഡ് കോട്ടയം മുന്നിലും ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അഞ്ച് മിനിറ്റത്തെ ബ്രേക്കിന് ശേഷം യാത്ര തുടരുകയാണ്. ഇവിടുന്ന് ഷിജിച്ചേട്ടനാണ് വീണ്ടും ഡ്രൈവിംഗ് സീറ്റിൽ. സ്വിഫ്റ്റ് സൂപ്പർഫാസ്റ്റൊക്കെ എന്നാ പോക്കാ പോകുന്നത്. ഡീലക്സ് ആണെന്നൊന്നും ഒരു നോട്ടവുമില്ല. ഓവർടേക്ക് തന്നെ. തൃശ്ശൂർ പാല 3 മണിക്കൂർ യാത്രയുണ്ട്. പാലിയേക്കര കഴിഞ്ഞപ്പോൾ മുതൽ ഭയങ്കര ട്രാഫിക് ബ്ലോക്കാണ്. ഇവിടെ ഫ്ലൈ ഓവർ പണിയുന്നതുകൊണ്ടുണ്ടാകുന്ന വലിയ ബ്ലോക്കാണ്. കീഴ്പള്ളി എറണാകുളം SG ട്രാവൽസാണ് മുന്നിലുള്ളത്. വീണ്ടും ബ്ലോക്കാണ് മുരിങ്ങൂരിലെത്തുമ്പോൾ. എന്നാൽ അല്പം ഉറങ്ങാമെന്ന് ഞാൻ കരുതി. കണ്ണടച്ചതേ ഓർമ്മയുള്ളൂ. ഉറക്കം കഴിഞ്ഞപ്പോൾ ബസ് എത്തിയിരിക്കുന്നത് പെരുമ്പാവൂരിലാണ്. സമയം 5:52. റിസർവ് ചെയ്ത യാത്രക്കാരെ സ്റ്റാൻഡിൽ കൊണ്ടുവന്ന് വിടുന്നതാണ്. പാലായിൽ എത്തേണ്ട സമയമായി ഇപ്പോൾ. (6:25) മൂവാറ്റുപുഴയിലെത്തിയപ്പോൾ. ഇവിടെ നിന്ന് തൊടുപുഴയ്ക്ക് 25 മിനിറ്റും തൊടുപുഴയിൽ നിന്ന് പാലായ്ക്ക് 40 മിനിറ്റും വേണമെന്നാണ് തോന്നുന്നത്. 1 മണിക്കൂർ എങ്ങനെയാണേലും എടുക്കും പാലായിലെത്താൻ.
തൊടുപുഴയാർ കടന്നാണ് പോകുന്നത്. കട്ടപ്പന വഴി കുമളിക്ക് പോകുന്ന ബസ്സാണ് മുന്നിൽ. രാവിലെ ട്രിപ്പ് ആരംഭിക്കുന്നതിനായി പ്രൈവറ്റ് സ്റ്റാൻഡിലേക്ക് പോകുന്ന പോക്കാം. ഇവിടെ നിന്ന് ഇടത്തേക്ക് KSRTC ബസ് സ്റ്റാൻഡിലേക്കാണ് നമ്മൾ. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനുള്ളിൽ നമ്മൾ പോകില്ല, ബസ് സ്റ്റാൻഡിന് വെളിയിൽ ഇറങ്ങാം. തൊടുപുഴയാർ പാലം കടന്നാൽ വലതു സൈഡിലാണ് KSRTC ബസ് സ്റ്റാൻഡ്. തൊടുപുഴ സ്റ്റാൻഡിലെത്തുമ്പോൾ സമയം 6:50. തൊടുപുഴ കഴിഞ്ഞപ്പോഴും 20ഓളം യാത്രക്കാർ ബസ്സിലുണ്ട്. തൊടുപുഴ പാല 31 കിലോമീറ്റർ ഉണ്ട്. ഉറപ്പായും 40 മിനിറ്റ് എടുക്കും. കരിങ്കുന്നം വഴിയാണ് പോകുന്നത്. എല്ലാ ദിവസവും അങ്ങോട്ടും ഇങ്ങോട്ടും ഫുള്ളായി ഓടുന്ന ഒരു സക്സസ് ആയിട്ടുള്ള ഒരു സർവീസാണ് പാലാ ബന്തെടുക്ക. ഓൺലൈൻ ബുക്കിംഗ് അവൈലബിൾ ആണ്. അത് ഉപയോഗിക്കുന്നതാണ് ലോങ് യാത്രക്കാർക്ക് സീറ്റ് ലഭിക്കാൻ ഏറ്റവും എളുപ്പം. ബിനിച്ചേട്ടൻ തന്നെയാണ് ഡ്രൈവിംഗ് സീറ്റിൽ. ഈ ഓഗസ്റ്റ് മാസം KSRTC ആരാധകർക്ക് വിരുന്നൊരുക്കി പുത്തൻ ബസ്സുകൾ എത്തുന്നതാണ്. ഓണം യാത്രകൾ അടിപൊളിയാക്കാൻ പുത്തൻ AC സ്ലീപ്പർ, AC സീറ്റർ കം സ്ലീപ്പർ, AC സീറ്റർ, സൂപ്പർ ഫാസ്റ്റ്, ഫാസ്റ്റ് പാസഞ്ചർ, ഓർഡിനറി ബസ്സുകളൊക്കെ നിരത്തിലേക്ക് എത്തുന്നുണ്ട്. നെല്ലാപ്പാറ കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ്. തൊടുപുഴ പാല റൂട്ടിലോടുന്ന ബസ്സാണ് മുന്നിൽ.
കയറ്റം കയറി നെല്ലാപ്പാറയിൽ എത്തിയിരിക്കുകയാണ്. പ്രവിത്താനം വഴിയാ പോകുന്നത്. പാലായിലെത്തുമ്പോൾ സമയം 7:25. വീഡിയോ എടുക്കാൻ സഹായിച്ച കണ്ടക്ടർ സമീഷിനും ബിനിച്ചേട്ടനും ഷിജിച്ചേട്ടനും നന്ദി പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിച്ചുകൊണ്ട് ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ യാത്രകൾ ആസ്വദിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ.